Assalamu alaikum my dear friends. നമുക്ക് കാണാനും കഴിക്കാനും ഒക്കെ നല്ല രസമുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. ഓറഞ്ചിന് അറബിയിൽ പറയുന്ന പേരാണ് ബുർത്തുക്കാൽ. ഓറഞ്ച് കളറിനും അറബിയിൽ ബുർത്തുക്കാൽ എന്ന് തന്നെയാണ് പറയുക. അതുപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലവറാണ് റോസ് ഫ്ലവർ. അറബിയിൽ അതിനെ വർദ് എന്ന് പറയും. റോസ് കളറിന് വർദി എന്നാണ് പറയുക. ചില കളേഴ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്ക്രീനിൽ കാണുന്ന പോലെ അസ്റഖ്, ദിസ് ഈസ് അസ്റഖ്. അസ്റഖ് എന്നാൽ ബ്ലൂ. ഐ എം സോറി, അസ്റഖ് മീൻസ് ബ്ലൂ. കളേഴ്സിന് ലൗൻ എന്നാണ് അറബിയിൽ പറയുന്നത്. അതായത് നമുക്ക് ബ്ലാക്ക് കളർ എന്ന് പറയണമെങ്കിൽ ലൗൻ അസ്റഖ്. ലൗൻ മീൻസ് കളർ. ലൗഹ മീൻസ് നമ്പർ പ്ലേറ്റ്. ലൗഹ. അപ്പോൾ ലൗഹ എന്ന് മീൻ ചെയ്യുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ കളർ. ഇനി കൂടുതൽ കളേഴ്സിന് ഇവിടെ നമുക്ക് നോക്കാം. അഹ്ലർ ഗ്രീൻ, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അസ്ഫർ യെല്ലോ. ബുർത്തുക്കാലി ഓറഞ്ച് കളർ. നേരത്തെ നമ്മൾ ഓറഞ്ച് കളർ കണ്ടു. അഹ്മർ മീൻസ് റെഡ്. വർദി റോസ് കളർ. അസ്വദ് ബ്ലാക്ക് കളർ. റമാദി സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഗ്രേ കളർ. അബിയാദ് വൈറ്റ് കളർ. ഏതാനും ചില ബേസിക് പ്രൈമറി പ്ലസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കാണുന്ന കളേഴ്സാണിത്. ഇനി നമ്മൾ കസ്റ്റംസ് ആയിട്ടുള്ള എങ്ങനെയാണ് കളേഴ്സ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് നോക്കാം. കസ്റ്റംസ് ലോഡാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കളേഴ്സ് ശ്രദ്ധിക്കാം. സ്ക്രീനിൽ കാണുന്ന ട്രെയിലർ, വോൾവോ ട്രെയിലറിൻ്റെ കളർ ഗ്രീൻ, ഓഫ് കോഴ്സ് ഗ്രീൻ. അതായത് അല്ലൗനുൽ മർക്കബ അല്ലെങ്കിൽ അല്ലൗനു സിയാറ അഹ്ലറാണ്. അഹ്ലർ പച്ച, അഹ്ലർ ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ ഒരു നമ്പർ പ്ലേറ്റ് നോക്കൂ. ഇത് ലൗനു ലോഹ അബിയൽ വൈറ്റ് ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കളറാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അബിയലാണ്. ഇനി ഒരു മുൽക്കിയ മീൻസ് ഇവിടെ ഒരു വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കാർഡാണ്, ഓണർക്ക് കിട്ടുന്ന വെഹിക്കിൾ കാർഡാണ് മുൽക്കിയ. ഒരു മുൽക്കിയൻ്റെ സാമ്പിളാണ് ഇവിടെ കാണുന്നത്. വെഹിക്കിളിൻ്റെ ലൈസൻസ് ആണ്. ശ്രദ്ധിക്കുക, ഡ്രൈവറുടെ ലൈസൻസ് അല്ല, വെഹിക്കിളിനായിട്ടുള്ള ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു കാർഡ് മുൽക്കിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ലൗനുൽ മർക്കബ വെഹിക്കിൾ നമ്പർ റമാദി. ദാറ്റ് മീൻസ് ഈ ലെക്സസ് GX 460 ഇറ്റ്സ് എ സാമ്പിൾ മുൽക്കിയ. അതിൻ്റെ കളറ് റമാദി കളറാണ്. റമാദി കളർ എന്താണെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. ഗ്രേ കളറിലുള്ളൊരു വെഹിക്കിളാണത്. ഒരു സാമ്പിൾ രജിസ്ട്രേഷൻ കാർഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ റക്കമുൽ ലൗഹ മീൻസ് ഈ വണ്ടിയുടെ റക്കമുൽ ലൗഹ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്പർ പ്ലേറ്റ് ആണ്. ട്രാഫിക് പ്ലേറ്റ്. അതിൻ്റെ ജിയാത്തുർ റുഖ്സ ദുബായ് രജിസ്റ്റേർഡ് ആണ്. സിഫത്തുൽ ലൗഹ മീൻസ് വെഹിക്കിൾ ടൈപ്പ് ഹുസൂസിയാണ് ഇവിടെ ഈ എക്സാമ്പിളിൽ. അതായത് പേഴ്സണലാണ്, സ്പെഷ്യലാണ്. അമോമി മീൻസ് ജനറലൈസ്ഡ് ആണ്. നിങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പം ആ കാറിൻ്റെ അകത്തൊരു മുൽക്കിയുണ്ടാവും. ഡ്രൈവറോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം. ബാബുവിനോട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ അവിടെ ബാക്കി കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ പോർഷനും നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ തന്നെ ഈ വണ്ടി ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അയാളുടെ നാഷണാലിറ്റി, ഈ മുൽക്കി എന്ന് എക്സ്പയർ ആവും, മുൽക്കിയയുടെ തേമീൻ മീൻസ് മുൽക്കിയയുടെ ഇൻഷുറൻസ് പോളിസി, അതിൻ്റെ പോളിസി നമ്പർ, പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഈ വെഹിക്കിളിൻ്റെ എത്ര പേർക്ക് ഇരിക്കാം, അതിൻ്റെ മോഡൽ നമ്പർ എത്രയാണ്,
അത് ഏത് നാട്ടിലെ മെയ്ഡിനാണ്. ഇവിടെ അൽ യാബാൻ ജപ്പാനാണ്. പിന്നെ അതിൻ്റെ കളർ റമാദി നേരത്തെ പറഞ്ഞു. അത് സ്റ്റേഷനാണോ സാലൂണാണോ, ഇവിടെ സ്റ്റേഷനാണോ സാലൂണാണോ, അതിൻ്റെ വെഹിക്കിൾ ടൈപ്പ് എന്താണ്, വെഹിക്കിൾ ടൈപ്പ്, അതിൻ്റെ എൻജിൻ നമ്പർ, അതിൻ്റെ ചേസിസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കാണാം. ഒന്ന് നിങ്ങൾ മുൽക്കിയ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഒരു മുൽക്കിയൻ്റെ ഡീറ്റെയിൽസ് അറിയൽ നമ്മളെ ജോബിൻ്റെ ഭാഗമാണ്. മുൽക്കിയയിൽ റക്കം ഷാസി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. എന്താണ് റക്കം ഷാസി? റക്കം ഷാസി ഒരു കോഡിംഗ് സിസ്റ്റമാണ്. അതായത് ഒരു വെഹിക്കിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കോഡ്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച പോലെ 1GNCS18Z3M01155561 ഇങ്ങനത്തെ ഒരു ലോങ് സീരീസ് ഓഫ് ആൽഫ ന്യൂമറിക് നമ്പേഴ്സാണ്. അതിൽ കോഡ് യൂസ് ചെയ്യില്ല, ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് സീരീസാണ്. അതിലുള്ള ഓരോ കോഡും ഓരോരോ മീനിങ് ആണ് തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഫോർ ദ കൺട്രി, നെക്സ്റ്റ് ഫോർ ദ മാനുഫാക്ചർ, ആരാ മാനുഫാക്ചർ, നെക്സ്റ്റ് ഡിവിഷൻ, നെക്സ്റ്റ് സേഫ്റ്റി. ഈ ഒരു റക്കം ചേസീസ് നമ്പർ അല്ലെങ്കിൽ റക്കം ഷാസി ഇൻ്റർനാഷണലി ഒരു പെർട്ടിക്കുലർ വെഹിക്കിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് രണ്ട് വണ്ടിക്ക് ഒരേ ചേസിസ് നമ്പർ ഒരിക്കലും കാണില്ല. That means Rakam chassis, it's a vehicle identification number commonly abbreviated to VIN or chassis number, अथवा Rakam chassis. It's a unique code including a serial number used by the automotive industry to identify individuals motor vehicles. Definition ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ഒരു പെർട്ടിക്കുലർ വെഹിക്കിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റമാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നൗ ലെറ്റ് us ഡിസ്കസ് സം സെനാറിയോസ്. ചില സെനാറിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെഹിക്കിൾ നമ്പർ 20842, അത് സപ്പോസ് അത് ദുബായ് വണ്ടിയാണ്, ട്രെയിലർ നമ്പറാണ്. ഈ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? UAE അകത്താണോ പുറത്താണോ, പുറത്ത് പോയിട്ടുണ്ടോ? പിന്നെ ഈ വണ്ടിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടും അതുപോലെ കസ്റ്റംസ് സൈറ്റിലും വെരിഫൈ ചെയ്യാം. 20842 നമ്പർ നോട്ട് ചെയ്യുക, വെഹിക്കിൾ ട്രാക്കിങ്ങിൽ പോവുക, ക്വറീസ് എടുക്കുക, ക്വറീസ് അല്ലെങ്കിൽ ഇസ്തിആലാം, വെഹിക്കിൾ ഏജൻറ്റ് ക്വറി ചൂസ് ചെയ്യുക, റക്കം ലോഹ എടുക്കുക, സെർച്ചിലിടുക, എക്സിക്യൂട്ട് ചെയ്യാം. നോക്കാം. വെഹിക്കിൾ നമ്പർ ഇവിടെ മുഅമ്മൽ അൽ ഫതഹ്, ഈ നമ്പർ കോപ്പി ചെയ്യാം. ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കുക, 25 ജാനുവരി. ഇനി ഈ വണ്ടിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. റക്കം ലോഹ മീൻസ് നമ്പർ പ്ലേറ്റ്, ലൗൻ ലോഹ 3 സ്പെസിഫൈ ചെയ്യുന്നത് അഖ്ലർ, അത് ഇറ്റ്സ് എ ഗ്രീൻ കളർ വെഹിക്കിൾ. ഫിയാത്ത് ലോഹ 2 അമൂമി, ഇറ്റ്സ് എ ജനറൽ ടൈപ്പ് മീൻസ് ട്രാൻസ്പോർട്ടേഷനിൽ യൂസ് ചെയ്യുന്ന ജനറൽ ടൈപ്പ് വെഹിക്കിളാണ്. 3 മീൻസ് മസ്ദർ ലോഹ ദുബായ്. 323 എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി അതേ നമ്പറിൽ തന്നെ ഒരു ഫുജൈറ വണ്ടിയുണ്ട്. ഇത് സെപ്പറേറ്റ് വേറൊരു വണ്ടിയാണ്. അതിൻ്റെ കോഡാണ് ഫുജൈറയുടെ കോഡാണ് 8 ആയിട്ട് ഇവിടെ യൂസ് ചെയ്തത്. ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. നമ്മൾ വാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ദുബായിൽ നിന്ന് അടിക്കല്ല ചെയ്യുന്നത്. ദുബായിൽ നിന്ന് അടിക്കുന്നതിന് പകരമായിട്ട് 3 എന്നുള്ള നമ്പർ കോഡ് കൊടുക്കുക ചെയ്യുന്നത്. അത് ആ ഭാഗത്ത് ഞാൻ പറയാം. ഇനി നമ്മളെ വണ്ടി ദിസ് വൺ അല്ല, നമ്മുടെ ദുബായ് വണ്ടിയാണ് ഇപ്പം കേസ് സ്റ്റഡി ആയിട്ട് എടുത്തത്. ഇവിടെ കാണുന്ന ഈ നമ്പറാണ് രജിസ്ട്രേഷൻ ഫയൽ. അതായത് ഈ വണ്ടി ഇപ്പോൾ ഔട്ട്സൈഡ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മുഅമ്മൽ അൽ ഫതഹ് ഇവിടെ ഒരു നമ്പർ ഓപ്പൺ ചെയ്ത് കാണുന്നത്. ഇത്
ഈ വണ്ടിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബയാൻ്റെ ജോബ് നമ്പറാണ് ഇവിടെ കാണുന്നത്. ഇത് ഈ വണ്ടി മുൽക്കിയ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് മുൽക്കിയ ഗവൺമെൻറ് രജിസ്ട്രേഷൻ അല്ല, എക്സിറ്റിലേക്ക് ഡോറ് ബവാബ എന്ന് പറയും, ഡോറിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് ദിസ് വൺ 37360148. ഇനി ഇവിടെ രണ്ടും നമ്പറും കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെഹിക്കിൾ ഇപ്പം UAE അകത്ത് ഉണ്ടെന്നാണ്. ഇപ്പോൾ ഇത് UAE എക്സിറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദുബായിൻ്റെ ഒരു വെഹിക്കിൾ പുറത്ത് പോയി, അപ്പോൾ ഒരു നമ്പർ രജിസ്ട്രേഷൻ നടന്നു, മുൽക്കിയ രജിസ്ട്രേഷൻ നടന്നു, അല്ലെങ്കിൽ ഫയൽ നമ്പർ കിട്ടി, അത് തിരിച്ച് UAE അകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്പർ വരും. ഇനി നോക്കാം, നമ്മളിപ്പോൾ എത്തിയ അസംഷന് ദിസ് വെഹിക്കിൾ നമ്പർ ഈസ് ഔട്ട്സൈഡ് UAE വെൻഡ് ഔട്ട് ത്രൂ ഗുവൈഫാത്ത്. നോക്കാം നമ്മളെ പ്രോഗ്രാം എന്താ പറയുന്നത്. പ്രോഗ്രാമിൽ പോയി ആദ്യം എൻട്രി എടുക്കുക, നമ്പർ അടിച്ചു നോക്കി, ഐ എം സോറി നോട്ട് ദിസ് നമ്പർ 20842 അടിച്ചു, 20842 എൻട്രിയിലല്ല. എൻട്രി മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൽ കാണുന്നില്ല. പോയത് നോക്കാം, 20842 യെസ്, ഇത് അൽദല്ലൻ്റെ വണ്ടിയാണ്. 25th ഇന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ബയാൻ നമ്പർ 18935. ഇതൊക്കെ നമ്മളെ ബ്ലൂ സ്കൈയിൽ പറയുന്നതാണ്. ഇതന്നെയാണോ പ്രോഗ്രാമിലുള്ളത് നോക്കാം നമുക്ക്. 20842 യൂസ് ദിസ് നമ്പർ മുഹമ്മദ് അൽ ഫത്തഹ്. ഞാൻ പറഞ്ഞല്ലോ മാനിഫെസ്റ്റ് ഉണ്ടാക്കുന്ന റിലേറ്റഡ് നമ്പറാണ് ഇത്. ഇത് ഡോറിൽ ഗേറ്റിൽ ഉണ്ടാക്കുന്ന ഈ വെഹിക്കിളിൻ്റെ നമ്പറാണ്. സാധാരണ മാനിഫെസ്റ്റിൽ കുറേ കോമ്പണൻസ് ഭാഗങ്ങളുണ്ടാവും. അതിൽ ഈ ഷിപ്മെൻറ്റിന് ഉപയോഗിച്ച് ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ ഷിപ്മെൻറ്റ് കൊണ്ടുപോകുന്ന ആ വെഹിക്കിളിൻ്റെ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കാണാം. ബയാനിൽ ഞാൻ ഇതിൻ്റെ ഈ സെഷൻ്റെ അവസാനം കാണിച്ചു തരാം. ഞാൻ ഇവിടെ എക്സിറ്റായി ഈ നമ്പർ ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു, Ctrl C. ഇതിന് എക്സിറ്റായി ട്രാൻസാക്ഷനിൽ പോയി ജോബ് നമ്പർ റക്കം മാമല Ctrl V അടിച്ചു പേസ്റ്റ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. 18935 ഇതന്നെയല്ല നമ്മളെ പ്രോഗ്രാം പറയുന്നത്. 18935 ലുക്ക് എല്ലാം കറക്റ്റാണ്. അൽദല്ലാണോ നോക്കാം. നോക്കൂ, പാസ് ഔട്ട് ആയത് ഡേറ്റും ഉണ്ട് ടൈമും ഉണ്ട്. ഇന്ന് പുലർച്ചയ്ക്കാണ് പാസ്സായത്. ഇന്ന് 2:04 UAE ടൈമിലാണ്. റീ എക്സ്പോർട്ടാണത്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇവിടെ താഴെ തന്നെ അൽദല്ല, ദിസ് വൺ അൽദല്ലയുടെ ഡ്രൈവറായിരുന്നു. അയാൾ ഷിപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ആ വണ്ടി ഷിപ്മെൻറ്റിന് യൂസ് ചെയ്ത ഇൻവോയ്സ് EL5633. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഷിപ്പറും ഈ കേസിൽ അൽദല്ലയാണ്. ഇനി നെക്സ്റ്റ് ഷിപ്പറും കൺസൈനെ കുറിച്ചിട്ടൊക്കെ നെക്സ്റ്റ് സെഷനിൽ ഇൻഷാ അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗുഡ്സ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അൽ-ബുളാ, ഇവിടെ ഈ വെഹിക്കിൾ ഇൻവോയ്സിൻ്റെ അറബി ഡീറ്റെയിൽസാണ് അടുത്ത സെഷനിൽ പഠിക്കാം. അറബി ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ബറായി, ബന്ദോക്, ഹൽമ, എക്സെട്ര എങ്ങനെ കൊടുത്തിട്ടുണ്ട്. മിസലാനിയസ് ഐറ്റംസ് ആണ്. അതുകൊണ്ട് കുറേ ഇങ്ങനെ ഓരോ ഐറ്റംസാണ് ഈ ഡബിൾ സ്ലാഷ് ഇട്ട് കാണുന്നത്. ഡബിൾ സ്ലാഷിൻ്റെ ശേഷം വേറൊരു ഐറ്റം, പിന്നെ ഡബിൾ സ്ലാഷിൻ്റെ ശേഷം വേറൊരു ഐറ്റം, അങ്ങനെയാണ് ഈസി റീഡബിൾ ഫോർമാറ്റിൽ അയച്ചത്. ഷഹാദ മുൻഷ മീൻസ് നത്തിങ് ബട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന്, ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, അങ്ങനെ ഒരു ഷിപ്മെൻറ്റിന് വേണ്ട എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ നമ്മൾ വേറൊരു സെഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. നത്തിങ് ടു വറി. ഷഹാദ മുൻഷ അറബിയിൽ പറയുന്നത് ഷഹാദ മുൻഷ ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, അതല്ലെങ്കിൽ സിമ്പിൾ ചാമ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ചാമ്പർ ഓഫ് കൊമേഴ്സ് ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്, അത് സർട്ടിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ചാമ്പർ സർട്ടിഫിക്കറ്റ് എന്നും പറയും, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്നും പറയും, സിംപ്ലി സർട്ടിഫിക്കറ്റ് എന്നും പറയാറുണ്ട്, മുൻഷ എന്നും പറയാറുണ്ട്. ഓക്കെ, അതിനൊരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചത്. ഞാൻ ബയാൻ ഓപ്പൺ ആക്കി പോകുന്നില്ല. ഇവിടെ അതിൻ്റെ എമൗണ്ട് എത്ര വരുന്നതെന്നാണ്, റോഡ് ടാക്സ് എത്ര വരുന്നുണ്ട്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കസ്റ്റംസിൻ്റെ ഡെബിറ്റ് നോട്ട് നമ്പറാണ് ഇവിടെ കാണിച്ചത്. ഇത്രയാണ് ഒരു സ്ക്രീനിൽ ഒരു പെർട്ടിക്കുലർ ബയാനിൽ വരുന്ന ഷോർട്ട് കട്ട്സ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്, നമ്മൾ നമ്പേഴ്സ്, നമ്പർ പ്ലേറ്റ്, റക്കം ചേഞ്ചസ് ഇതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്.
ഞാനിവിടെ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ട് 17/1/2016. അതെന്തിനാന്നല്ലേ, നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് മുമ്പ് ഒരു ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷന് കാരണം ഇപ്പോഴുള്ള റണ്ണിങ് ഫയൽസ് നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്. ഇത് സ്റ്റഡി പർപ്പസിനായതുകൊണ്ട് 2011 മറ്റുള്ള ഒരു ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യാം. നമുക്ക് മുൽക്കിയ രജിസ്ട്രേഷൻ്റെ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ചിങ്ങിലിടാം കേട്ടോ. 19/1/2016 റീഎക്സ്പോർട്ട് ബയാൻസ് ഓൺലി ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടും കൊടുക്കാം. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും സെർച്ചിലിടാം. ഒരു ജോബ്, അതായത് കമ്പൈൻഡ് എഫക്റ്റ് കിട്ടും. അതായത് 19-ാം തീയതിയുള്ള റീഎക്സ്പോർട്ട് പാസ് ഔട്ടായ ബയാനുകൾ മാത്രം വരും. അതായത് ഇവിടെ നോക്കൂ, സ്ക്രീനിൽ കാണുന്ന പോലെ കമ്പൈൻഡ് ആയിട്ട് വരും. ഇനി വേറൊരു കാര്യം കൂടി കൂടുതൽ പറയാം. ദിസ് വൺ, ഈ ബയാന് അൽദല്ല കമ്പനിയുടെ. ഇവിടെ നമ്പർ ശ്രദ്ധിച്ചു നിങ്ങൾ, 846403. ഇത് അൽദല്ല കമ്പനി അബുദാബി കസ്റ്റംസിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കോഡാണ്. ഇമ്പോർട്ടർ കോഡ് എന്ന് പറയും, അല്ലെങ്കിൽ റംസുൽ അമീൽ എന്ന് പറയും. റംസുൽ അമീൽ അഥവാ ഇമ്പോർട്ടർ കോഡ് അൽദല്ലയുടെ ഏതൊരു ബയാനും ഈ ഒരു കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത് വേറൊരു കമ്പനിയാണ്, കോമേഴ്സി, അതിൻ്റെ കോഡാണ് ഈ കാണുന്നത്. അൽദല്ലേൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ കോമൺ കോഡാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഈ ഒരു കോഡ് മനസ്സിലാക്കുക. ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഞാൻ ഈ കോഡ് ഒന്ന് നോട്ട് ചെയ്തു, Ctrl+C, കൊമേഴ്സി ഇൻ്റർനാഷണലിൻ്റെ ആണ്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, Ctrl+C, ഇത് ക്ലിയർ ചെയ്തു, ഇവിടെ നമ്പർ അടിച്ചു, സെർച്ച് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് കൊമേഴ്സി കമ്പനിയുടെ മാത്രം മാനിഫെസ്റ്റോകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ, അതായത് ഈ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓൾ കൈൻഡ് ഓഫ് ക്വറീസ്, കമ്പൈൻഡ് ക്വറീസ്, കമ്പൈൻഡ് സെർച്ചിങ് ഒക്കെ പോസിബിളാണ്. കമ്മിങ് ബാക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇതൊരു ഇന്ന് യൂസ് ചെയ്താണ്. ഞാൻ ഇന്നലത്തെ ഒരു ബയാന്, ഇത് നോട്ട് യെറ്റ് പ്രോസസ്ഡാണ്. ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ബയാന് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റിയൽ ടൈമിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല, കാരണം എൻ്റെ കഴുത്തിൽ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട്. ഇത് ഓപ്പൺ ചെയ്തു, ഗോ ടു ഷോ. ബയാൻ്റെ ഫസ്റ്റ് പേജാണ്. ഫസ്റ്റ് പേജിൽ ജോബ് നമ്പർ നമ്മളൊരു ബയാൻ ഉണ്ടാക്കി സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദ കസ്റ്റം സിസ്റ്റം വിൽ ജനറേറ്റ് ഇറ്റ്. അവർ തരുന്നൊരു നമ്പറാണ്. ഈ നമ്പറാണ് നമ്മൾ പിന്നീട് സബ്മിഷനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. ഈ നമ്പർ പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടർ കോഡ്. ഈ ഇമ്പോർട്ടർ കോഡാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ പേരല്ല അടിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടർ കോഡ് ചൂസ് ചെയ്യും. ഇമ്പോർട്ടർ കോഡ് ചൂസ് ചെയ്യുന്ന ഒരു ബയാൻ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സെഷനിൽ അത് പറയും ഇൻഷാ അള്ളാഹ്. രണ്ടാമത്തെ പേജ് എടുക്കുക, അൽബോളീസ ബിൽ ഓഫ് ലേഡിംഗ്. ഇവിടെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഇവിടെ ട്രക്ക് ഡ്രൈവേഴ്സ്, ഈ ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഷാഹിനാത്ത് സായഖീൻ, ട്രക്സ് ആൻഡ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡീറ്റെയിൽസും ഡ്രൈവർ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതിപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്, ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വെഹിക്കിൾ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവാണ് ഒരു ലേണിംഗ് പർപ്പസിന്. ഗോ ടു തസ്ജീൽ, രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസാണ് ഇവിടെ ഈ കളിയിൽ വരിക. ഒന്ന് രജിസ്റ്റർ ചെയ്തു, അടുത്ത ലൈനിൽ പോവുക, രജിസ്റ്റർ പ്രസ്, അങ്ങനെ. ഗോ ടു രജിസ്റ്റർ നൗ. ഞാൻ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. റക്കം ലോഹ മീൻസ് നമ്പർ. ഏത് നമ്പറാണ്? നമ്മളുടെ ദിസ് നമ്പർ 20842 കൊടുത്തുകൂടെ, 20842. നെക്സ്റ്റ് ടാബ് പ്രസ് ചെയ്യുക. ടാബാണ് പ്രസ് ചെയ്യേണ്ടത്, എൻ്റർ പ്രസ് ചെയ്യേണ്ട. ടാബ് പ്രസ് ചെയ്യുക, റക്കം ലോഹ വരും. റക്കം ലോഹ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റമാദി, അഖ്ലർ, അസ്വദ്, അബ്യൽ, ബുർത്തുഖാലി, അങ്ങനെ ഓരോ കളേഴ്സും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഈ കളേഴ്സ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഈ പിക്ചർ ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ ഓരോ കളേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കുക.
ഓരോ സാധനം നോക്കുക, അതിൻ്റെ കളർ എന്താണെന്ന് അറബിയിലൊന്ന് പറഞ്ഞു നോക്കുക. ദാറ്റ്സ് ഓൾ. ലൗന് സ്പെസിഫൈ ചെയ്യണം. എങ്ങനെ ലൗന് സ്പെസിഫൈ ചെയ്യാം നമ്മൾ നോക്കുക. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രീൻ കളറാണെന്ന്. ഇവിടെ വെച്ചിട്ട് ഇതാ ഒന്നുകിൽ ഇവിടെ ഈ മെനു പ്രസ് ചെയ്യുക, അതർവൈസ് F9 പ്രസ് ചെയ്യുക. എന്നാൽ ഒരു ലിസ്റ്റ് കിട്ടും. വെരി സിമ്പിൾ. ഈ ലിസ്റ്റിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലെയേഴ്സും എല്ലാ കളേഴ്സും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ റമാദി ഓയർ മാറൂഫ് അൺനോൺ കൊടുക്കണ്ട കേട്ടോ. ബന്നി കളറുണ്ട്, ബുർത്തുക്കാലുണ്ട്. ബന്നി മീൻസ് ഇതൊന്നും അല്ലാത്ത വേറെയും കുറേ കളേഴ്സ് വരുന്നുണ്ട്. ഞാൻ ആവശ്യമുള്ള മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം ബുർത്തുക്കാലി, അസ്ഫർ യെല്ലോ, അസ്വദ് ബ്ലാക്ക്, അസ്റഖ് ബ്ലൂ, അഖ്ലർ ഗ്രീൻ. ചൂസ് ദിസ് വൺ. 3 ചൂസ് ചെയ്യാം. ഇനി 3 ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി 3 ബൈ ഹാർട്ട് ആണെങ്കിൽ 3 അടിച്ചാൽ നേരിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ 2 അടിച്ചു, ടാബ് അടിച്ചു, അസ്റഖ് വന്നു. ഷിഫ്റ്റ് ടാബ് അടിച്ചു, ബാക്കിലേക്ക് വന്നു. ടെസ്റ്റിംഗ് ആണ്. 1 അടിച്ചു, ടാബ് അടിച്ചു, അഹ്മർ വന്നു. ഷിഫ്റ്റ് ടാബ് അടിച്ചു, ബാക്കിലേക്ക് വന്നു. 3 അടിച്ചു, ഓക്കെ, അഖ്ലർ വന്നു. ഇനി അടുത്ത മസ്ദറുൽ ലോഹ മീൻസ് നേരത്തെ പറഞ്ഞ പോലെ ദുബായ് ആണ്, അബുദാബിയാണ്, അജ്മാനാണ്, റാസ് അൽ ഖൈമ, ഫുജൈറ, പിന്നെ ഷാർജ, അഷാർക്ക. ഇതിലേതാന്ന് പറയാം. 7 എമിറേറ്റ്സിൽ ഏതാണെന്നുള്ളത് പറയാം. നമുക്ക് നോക്കാം. നേരത്തെ പോലെ ലിസ്റ്റ് എടുക്കുന്നു. ലിസ്റ്റ് ഇതാ ഒരുപാടുണ്ട് ഇവിടെ. ഇമാറത്തുൽ അറബിയത്തുൽ മുത്തഹിദ, അബുദാബി, ദുബായ്, ഷാർക്ക, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസ് അൽ ഖൈമ, ഫുജൈറ, സൗദി വണ്ടി 9 വരുന്നത്. സാധാരണ എൻട്രിയിൽ സൗദി വെഹിക്കിളാണെങ്കിൽ 9 യൂസ് ചെയ്യുന്നത്. 10 ഖത്തർ, 11 ബഹ്റൈൻ, കുവൈത്ത്, 12, 13 ഒമാൻ. കളേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ദുബായ് ആണ്, അപ്പോൾ ദുബായിൻ്റെ നമ്പർ കൊടുക്കുക. ദുബായ് കറസ്പോണ്ടിങ് ചൂസ് ചെയ്യുക, ഓക്കെ അടിക്കാം. ഇവിടെ വന്നല്ലോ. ഇനി നെക്സ്റ്റ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. അപ്പം മസ്ദറുൽ ലോഹ കിട്ടി. നെക്സ്റ്റ് ഫിയാത്തുൽ ലോഹ അത് പ്രൈവറ്റ് വണ്ടി ആവാം, ടാക്സി ആവാം, പേഴ്സണൽ വണ്ടി ആവാം, ഗവൺമെൻറ് വെഹിക്കിൾ ആവാം, ആംബുലൻസ്, പല കാറ്റഗറിയിലും വരാം. നോക്കാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഓരോന്നോരോന്ന്. ലിസ്റ്റിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റെൻറ്റഡ് വണ്ടി, തജീർ, തഹ്ത തിജാർ, ട്രേഡിംഗ് വണ്ടി, എക്സ്പോർട്ടിന് യൂസ് ചെയ്യുന്ന വണ്ടി, സ്പെഷ്യൽ വണ്ടി, അങ്ങനെ ഹസ്കറിയ, മിലിറ്ററിയുടെ വെഹിക്കിൾസ്, ജനറൽ വെഹിക്കിൾസ്, ടെമ്പററി ആയിട്ട് ട്രാഫിക് പോലീസിൻ്റെ വെഹിക്കിൾസ്, ഒരുപാട് കാറ്റഗറി കാണാം. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉമൂമി വണ്ടിയാണ്, ജനറൽ വണ്ടിയാണ്. അപ്പോൾ 2 ചൂസ് ചെയ്ത്. യൂഷ്വലി നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന കേസ് 332 ആണ്. അപ്പോൾ സാധാരണ വരുന്ന ചില കേസുകൾ നിങ്ങൾ മുൽക്കിയ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഷാർജൻ്റെ ഒരു ജനറൽ വണ്ടിയുണ്ട്. അപ്പോൾ അതിന് ഉള്ള കോഡ് 3. ഷാർജൻ്റെ എത്ര നമ്മൾ പറഞ്ഞത് 3. ഓക്കെ, ഇത് വേറൊരു സെഷൻ. അപ്പോൾ ഇത് തന്നെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അങ്ങനെ ഈ 332 എന്നുള്ളത് ദുബായിൻ്റെ ട്രക്കിൻ്റെ കോഡാണ്. അങ്ങനെ ഏതാനും ചില കോഡുകൾ നിങ്ങൾ പ്രിൻ്റ് എടുത്തോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഇപ്പോൾ നോക്കൂ, ഇത്രയും ചൂസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ടാബ് അടിക്കുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മൾ 332 വെഹിക്കിൾ നമ്പർ കൊടുത്തു, 332 കൊടുത്തു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യം മനസ്സിലാക്കാം. ഇത് ഓൾറെഡി എക്സിറ്റ് ഡോറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടല്ല, ബാബ ഖുറൂജ് ദൗലയിൽ ഈ നമ്പറിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ടാബ് അടിച്ചു നോക്കുക. ടാബ് അടിച്ച് എങ്ങനെ വരും? കാരണം ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഷോ ഡീറ്റെയിൽസിൽ പോകാം. ഇത് നമ്മൾ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഷോ ഡീറ്റെയിൽസ് പോയി ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്. ഇനി ഞാൻ വേറൊരു ബയാന് ഇതുപോലെ പ്രോസസ്സ് ചെയ്യാത്തൊരു ബയാന് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഓപ്പൺ ആക്കി. ഇവിടെ നിങ്ങൾ കണ്ടോ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ ഓൾറെഡി ഉള്ള വെഹിക്കിൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡ്രൈവർ പേര് അബ്ദുൽ വാലി, പാകിസ്ഥാനി നാഷണാലിറ്റി, അതിൻ്റെ വണ്ടി മെർസിഡസ് ട്രെയിലർ, മെർസിഡസ് ത്രില്ല, അത് ദുബായ് ആണ്, അതിൻ്റെ വെഹിക്കിൾ നമ്പർ ഇത്രയും വരും. നമ്മൾ ടെസ്റ്റിന് നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ നമ്പർ, ഈ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 6637 ആണ്. ഇത് പ്രോസസ്സ് ചെയ്യാത്തതാണ്, അതുകൊണ്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി ടൈപ്പ് ചെയ്യുക. 332 ദുബായ് വെഹിക്കിൾ ഗ്രീൻ കളർ. നെക്സ്റ്റ് അടിച്ചു. അപ്പം ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ വെഹിക്കിളിൻ്റെ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. വോൾവോ ഇതാ
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചേസിസ് നമ്പർ, ഇതാണ് അതിൻ്റെ ചേസിസ് നമ്പർ, അത് ത്രില്ലാണ്. പിന്നെ കൂടാതെ അതിൻ്റെ ഓണറുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അതായത് നമുക്ക് തന്ന വെഹിക്കിൾ നമ്പറിന് വെഹിക്കിൾ ഇപ്പോൾ എക്സിറ്റ് ആണോ, ഔട്ട്സൈഡ് ദ കൺട്രി ആണോ, ഇൻസൈഡ് ദ കൺട്രി ആണോ എന്ന് അറിയാം. അതുപോലെ തന്നെ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട സ്റ്റെപ്സുകളും നമ്മളിവിടെ കണ്ടു. ഇനി ഒരു ബയാൻ പ്രിപ്പറേഷൻ്റെ സമയത്ത് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗോ ടു ദിസ് ഓപ്ഷൻ. അതിന് ശേഷം രജിസ്റ്റർ ചൂസ് ചെയ്യുക. വെഹിക്കിൾ നമ്പർ ഇവിടെ അടിക്കുന്നു, ഇവിടെ അതിൻ്റെ പ്ലേറ്റിൻ്റെ നമ്പർ കറസ്പോണ്ടിങ് കോഡ് ഇവിടെ ദുബായ് ആണോ അബുദാബി ആണോ, അതിൻ്റെ മസ്ദറിൻ്റെ ലൊക്കേഷൻ്റെ സിറ്റിയുടെ സ്റ്റേറ്റിൻ്റെ കോഡ്, ഇവിടെ ജെൻഡർ ടൈപ്പ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ കാറ്റഗറി കോഡും കൊടുക്കണം. എന്നിട്ട് ടാബ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് വരും. വെഹിക്കിളിൻ്റെ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ നമ്പർ തരും. ഈ നമ്പർ നമ്മൾ ഗേറ്റ് പാസ്, അതായത് മാനിഫെസ്റ്റ് ആണ് ട്രെയിലറിൻ്റെ ഗുഡ്സിന് റിലേറ്റഡ് ഡീറ്റെയിൽസ്. പക്ഷേ ഡ്രൈവർക്ക് ബോർഡർ പാസ് ചെയ്ത് പോകാൻ ബോർഡർ പോലീസിൻ്റെ അടുത്ത് ഗേറ്റ് പാസ് സബ്മിറ്റ് ചെയ്യണം. ഈ ഗേറ്റ് പാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെഹിക്കിൾ നമ്പർ 21347 ഇപ്പോൾ എവിടെയാണ്? വെഹിക്കിൾ നമ്പർ 21347 വെഹിക്കിൾ ട്രാക്കിങ്ങിൽ ഇസ്തലാമിൽ വെഹിക്കിൾ ഏജൻറ്റ് കുറയിൽ 21347 റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫയൽ നമ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. റക്കം മുആമല ഓപ്പൺ ആണ്, ക്ലോസ് ആണ്. ദാറ്റ് മീൻസ് ഈ വണ്ടി 2-ാം തീയതി പുറത്ത് പോയിട്ടുണ്ട്. 2-ാം തീയതി UAE പുറത്ത് പോയ വണ്ടി 19-ാം തീയതി തിരിച്ച് UAE-യിലേക്ക് തന്നെ വന്നിട്ടുണ്ടെന്ന് മെയിൻ ചെയ്യാം. അതായത് പോയ വണ്ടി തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി നോക്കാം നമ്മളെ ബ്ലൂ സ്കൈ എന്താ പറയുന്നത്. 21347 എക്സിറ്റിൽ പോയി അടിച്ചു. 21347 എക്സിറ്റിൽ രേഖ ഒന്നും കാണുന്നില്ല പോയത്. ദാറ്റ് മീൻസ് നമ്മളെല്ലാം ക്ലിയർ ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ക്ലിയർ ചെയ്ത ട്രാൻസ്പോർട്ട് ക്ലിയർ ചെയ്ത ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കിട്ടുന്നത്. വേറെ അതർ ക്ലിയറിങ് ഏജൻസിൻ്റെത് നമുക്കിവിടെ നമ്മൾ സിസ്റ്റത്തിൽ നമ്മളെ യൂസർ നെയിമിൻ്റെ അണ്ടറിൽ ലിസ്റ്റഡ് ആവില്ല. എൻട്രിയിൽ പോയി സെയിം നമ്പർ കൊടുത്തു, യെസ്. 19-ാം തീയതി തിരിച്ചു വന്നിട്ടുണ്ട്. 19-ാം തീയതി തിരിച്ചു വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഓപ്പറേഷൻ ശരിയാണ്. ഇവിടെ കണ്ടില്ല 323 എന്നുള്ള കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു കോഡ് അറിയില്ല, അപ്പോൾ സെർച്ചിങ്ങിന് നമ്മൾ സൗകര്യാർത്ഥം എന്താ ചെയ്യുക നോക്കാം. നമ്മുടെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തു. പഴയൊരു ബയാനിലേക്ക് പോകുന്നുണ്ട്. ഇത് ഷോ ചെയ്തു. ട്രക്ക് ഡ്രൈവേഴ്സ് എന്നുള്ള പോർഷനിൽ പോയി രജിസ്റ്റർ എടുത്തു. നമ്മളെ നമ്പർ കൊടുത്തു. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ ലിസ്റ്റിൽ എങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, എന്താ ചെയ്യണം? വെരി സിമ്പിൾ. അതിന് 2% ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്നൊരു കാറ്റഗറി, ഇപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ലിസ്റ്റിലുള്ളൂ, ഒരുപാട് ലിസ്റ്റിലുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ റംസ് മുനസിക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, HS കോഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ വേർഡ് വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക നോക്കാം. നമുക്ക് ശരിയാവുന്നു. ഫൈൻഡ് അടിച്ചു നോക്കാം. യെസ്, 2% ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അബിയോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബിയോൾ മാത്രമുള്ളത്, അബിയോൾ മിക്സായി വരുന്നത് അബിയോൾ വാസ്റാഖ്, അബിയോൾ വാസ്ഫാത്ത്, അബിയോൾ വാസ്ഫർ, അബിയോൾ വബുർത്തുക്കാലി, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളത് ഇവിടെ കിട്ടും നിങ്ങൾക്ക്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്പർ 5 മറ്റുള്ള കേസിലും ഇതേ കോഡ്, അതായത് ഇവിടെ ഈ ലിസ്റ്റ് ഓപ്ഷൻ എവിടെ വരുന്നു അവിടെ എല്ലാം നിങ്ങൾക്ക് ഡബിൾ പെർസെൻറ്റേജ് മെത്തേഡ് യൂസ് ചെയ്യാം. ഡബിൾ പെർസെൻറ്റേജ് മീൻസ്
നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻസിൻ്റെ മുമ്പിൽ എന്തും ആവാം, അതുപോലെ ബാക്കിൽ ഇപ്പം മുൻ സൈഡിൽ ഈ കൊടുക്കുന്നതിൻ്റെ മുൻപിൽ എന്തും വരാം. പിന്നെ ഒരു സിംഗിൾ ഹർഫ് സെർച്ച് ചെയ്യുന്നുണ്ട്, ഫൈൻഡ്. ഇതിലെല്ലാം ഈ ഒരു ആൽഫബറ്റ് ലാഹ് എല്ലാത്തിലും ഉണ്ടാവും. ശ്രദ്ധിച്ചോക്കൂ, ഇതാ ഇവിടെ ഒരു ലാഹ് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഒരു അപ്പിയറൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പെർസെൻറ്റേജ്. നമ്മൾ ബയാൻ അടിക്കുന്ന സമയത്ത് സ്പീഡാക്കാൻ, ക്വിക്ക്ലി സെർച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ടെക്നിക്കാണത്. ഓക്കെ, ഇനി റീക്യാപ്പിംഗ് ആണ്. ഇതുവരെ നമ്മൾ ഇന്നൊരു ലോങ് സെഷനാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവുന്നവരെ ഒരു റീക്യാപ്പാണ്. എന്തെല്ലാം നമ്മളിന്ന് പഠിച്ചു. ഒന്ന് കളേഴ്സ് വെച്ചാണ് തുടങ്ങിയത്. അപ്പോൾ കളേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മൾ പറഞ്ഞു മുൽക്കിയ. എന്താണ് മുൽക്കിയ? വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡിന് അതിൻ്റെ പാർട്സ്, കോമ്പണൻസ് എന്ന് ഒരുപാട് അസൈൻമെൻറ്റ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. പിന്നെ ചേസിസ് നമ്പറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു വെഹിക്കിൾ ഇപ്പോൾ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്, വെർ ഈസ് അവർ വെഹിക്കിൾ നമ്പർ കൊടുത്താൽ എവിടെയാണെന്ന്. പിന്നെ കസ്റ്റംസ് സൈറ്റിൽ അത് എൻക്വയർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു. എൻക്വയർ ചെയ്യുന്ന സമയത്ത് അതിൽ സ്പെസിഫൈ ചെയ്യേണ്ട കുറേ കോഡ്സ്, ഈ കളേഴ്സും മുൽക്കിയ ഒക്കെ എവിടെയാണ് കോഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് പറഞ്ഞു. കോഡിംഗ് സിസ്റ്റം എടുക്കാനുള്ള ലിസ്റ്റ് അഥവാ യൂസ് ചെയ്യുന്ന കീ F9 കുറിച്ച് പറഞ്ഞു. അതിൽ അഡ്വാൻസ്ഡ് സെർച്ചിങ് ടെക്നിക്സ്, പെർസെൻറ്റേജ് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു. പിന്നെ ഗേറ്റിൽ മുൽക്കിയ രജിസ്ട്രേഷൻ നടക്കുമ്പോഴുള്ള നമ്പറിനെ കുറിച്ച് പറഞ്ഞു. വെഹിക്കിൾ ഇൻസൈഡ് ആകുമ്പോൾ ഔട്ട്സൈഡ് ആകുമ്പോഴുള്ള അപ്പിയറൻസ് ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇതൊരു ലോങ് സെഷനാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളുടെ ടൈം അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരോടോ അതിൻ്റെ എക്സ്പേർട്സ് നമ്മൾ ഓഫീസിലുള്ളവരോടോ ചോദിക്കുക. അതിലൊരു മടി കാണിക്കേണ്ട. അറിയാത്ത കാര്യം നമ്മളൊക്കെ പഠിച്ചെടുക്കുക തന്നെയാണ്. ഞാനും നിങ്ങളെപ്പോലെ അറിയാതെ വന്ന് ബൈ എക്സ്പീരിയൻസ് കിട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Take care. Bye bye. Have a nice day.